എടാ സാലി ഒരു 3 ട്യൂബ് വഴിയിലും കൂടെ ഇട്ടേക്ക്. കല്യാണം കഴിഞ്ഞാലും കെട്ടിത്തീരോ? ഇപ്പൊ തീരും സാറേ. ഒളിക്കുമ്പോൾ ഒളിച്ചു ഞാൻ നോക്കുന്ന വഴിവെക്കൽ വെലിക്കൽ നിന്നവളെ ഒരു കിളിച്ചുണ്ടൻ ജയ ഇവളുടെ ഒടുക്കത്തെ ഒരുക്കം കാരണം അല്ലെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ വന്നാനെ. ചേട്ടന്റെ വയറൊക്കെ പോയി ആളങ്ങ് ടിപ്പായല്ലോ. കുറച്ച് വ്യായാമൊക്കെ ഉണ്ട്. അപ്പൊ സിക്സ് പാക്ക് ആയാ? ഇല്ല, പാക്ക് അടുത്ത ആഴ്ച എത്തും പറഞ്ഞിട്ടുണ്ട്. എന്നാ അതോടെ ഇരിക്കും. പുതിയ ഐറ്റമുണ്ടോ? എടാ വന്നോണ്ടിരിക്കാണ് ഒരു 5 മിനിറ്റ്. ഇവിടത്തെ ലൈറ്റ് ഒക്കെ പണിയാണ്, വേഗം വരാൻ നോക്ക്. എടാ വരാണ് 5 മിനിറ്റ് കട്ട് ചെയ്ത്. മണിച്ചേട്ടന്റെ എന്തുവാടാ ഇത്? DJ ലൈറ്റ് ആണോ? DJ ലൈറ്റ്. മിന്നി മിന്നി നിൽക്കും. അതെ മിനി പുതിയത് കൊള്ളാല്ലേ? വലിയ താമസം ഉണ്ടാവില്ല. നമ്മള് കുറെ ലേറ്റ് ആയോ? ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടല്ലോ. ചീട്ടിറക്കടാ. കുട്ടാപ്പി എടുത്തോണ്ട് പോയി ചീട്ടില്ലടാ, അതിന്റെ പറയാ ചീട്ടിട്ട് കൊടുക്കാവാ. കുറച്ചുകൂടി ചേച്ചി ഞാനല്ല ശരി ചെറുക്കണത്. കഴിയ ചേച്ചി തൊടിയും പോകുന്നുണ്ട്. മറിയോ ഒരുമിച്ചാ വന്നേ? അതെ ഒരുമിച്ചാ വന്നേ. ജ്യൂസ് കുടിക്കേ. കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും നേരെ ബാംഗ്ലൂർക്ക് തന്നെയാണോ പോണേ? അതെ മാമൻ. ഇതാ അഞ്ചോട്ട് കൂട്ടുകാരാ. എന്ത് ചേട്ടാ? എടി ചെറുക്കൻ്റെ വീട്ടുകാർ സാരിയായിട്ട് വരും. അവളോട് സന്തോഷമായിട്ടൊക്കെ സംസാരിക്കാൻ പറയട്ടെ അവരുമായിട്ട്. ജയേട്ടൻ അതൊന്ന് ചിരിച്ചു നിൽക്ക്. അവളുടെ കൂട്ടുകാരൊക്കെ വന്നിരിക്കല്ലേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കൂട്ടുകാർ ഇത് കഴിയുന്ന ഒരു മനുഷ്യന്. കളിക്കല്ലേ? എന്റെ ദൈവമേ, ആഞ്ഞിലിക്കുരു പോലെ ഇരുന്ന പെണ്ണ എന്നാ പുരുഷനല്ലേടാ? അല്ല സ്ത്രീ. എവിടെ നിന്ന് വരുവാ? കടുപ്പട്ട് ഇറങ്ങിയൊക്കെ പരിചയം പുതുക്കാൻ ഒരു സെൽഫി എടുക്കാം. ഹായ് മോളു. എന്താ ഡാർലിന്റെ പേര്? നല്ല പേരാണല്ലോ, അമ്മു. അമ്മുവിന് ഞാനൊരു സമ്മാനം നൽകാം. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു? ആഹാ. ശരി എന്നാ ബൈ. എടാ സലി, കിരൺ ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ കല്യാണം കൂടാനായിട്ട്. നിങ്ങളാണ് അടുത്ത പരിപാടി? പിന്നെ ഞാനിതിന്റെ പരിപാടി. ചേട്ടാ ശരിയാണ്. ഞാൻ പോവാറില്ല, ചേട്ടൻ പോവാറില്ല. ചേട്ടാ സൂര്യ വിളിക്കുന്നു, ഞാൻ പോയി നോക്കിട്ടോ. അത് നോക്കിയോളാം. നീ അവനെ കണ്ട? അഞ്ജുവിൻ്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞു. എന്നാലും എനിക്കൊരു സംശയം. ഇപ്പം മറ്റേ അഞ്ജുവിനെന്തോ അടുപ്പമുണ്ടെന്ന് പറഞ്ഞ്. നല്ല വെളുത്ത് പൊക്കമുള്ള ഒരുത്തനല്ലേ, ഇവനൊന്നും ആവാൻ വഴിയില്ല. നീ ഒന്ന് പോയി അന്വേഷിച്ച്. അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാം കൂടി അടിച്ചു പോയേനെ ഇപ്പോ. എടാ സാലി, അഞ്ജുവിന്റെ കുറച്ച് കൂട്ടുകാരികളൊക്കെ ഒന്നും കേട്ടല്ല. നമുക്കൊറ്റ ചരക്കൊല്ലം ഉണ്ടാ? എങ്ങനെയുണ്ട്? ആ പുള്ളിനോട് ചോദിച്ചാൽ മതി, നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. ചേട്ടാ പുള്ളിക്കാരൻ കെട്ടാൻ പോണ പെണ്ണാണത്. ആ പെണ്ണിന്റെ കൂട്ടുകാരിയോട് തഞ്ചു. പിന്നെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാ. മനസ്സിലായ? ഏകദേശം. കിരൺ ചേട്ടാ, ഇത് റേച്ചേട്ടൻ. ഹായ്. റജിയുടെ പേര് അകത്തവര് പറയുന്നുണ്ടായിരുന്നു. ശരി. ഞാനിവിടെ അപ്പുറത്ത് തന്നെ, ഇവിടുത്തെ മീനാണേ. ഏതാ സ്ഥലം? മൊഹമ്മ. ശരി, നമുക്കിവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇന്നിവിടെ ഉണ്ടാവില്ല? ഇന്നിവിടെ നിൽക്കണ ടീന പറഞ്ഞു. കലക്കി. അടിക്കോ? പിന്നെ ചേട്ടാ അടിക്കുമ്പോ നമ്മളെ കൂടെ ഒന്ന് വിളിക്ക്. ഈ 2 ഫുള്ള് വന്നിട്ട് നാട്ടുകാർക്ക് കൂടി ഒഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ സാധനം തികയത്തില്ല കേട്ടോ. പൊന്നളിയ അളിയെ മൊത്തം അടിച്ചു തീർത്തിട്ട് എന്നോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ കൂടുതൽ കാര്യമൊന്നും തിരക്കണ്ട. എന്റെ കൂട്ടുകാരല്ലേ ഇപ്പൊ, അവർക്കുള്ള സ്ഥാനമൊക്കെ നീ റെഡിയാക്കി വെച്ചോണം കേട്ടോ. തരവനെ കാണാം കേട്ടോ.